മാംഗല്യം. രചനാവതരണം നന്ദു അച്ചുകൃഷ്ണ. പെണ്ണിന്റെ പഞ്ഞിക്കെട്ട് പോലെയുള്ള ശരീരം ദേഹത്തെ കമർന്നതും ആ നേരം വരെ മുഖം വലിച്ചു വെച്ചിരുന്നവന്റെ ചൊടികൾ പെട്ടെന്നാണ് വിടർന്നത്. അതിൽ വിരിഞ്ഞ പുഞ്ചിരിക്ക് അവന്റെ ഹൃദയത്തിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച സ്നേഹത്തിന്റെ അത്രയും തന്നെ സൗന്ദര്യവും ഉണ്ടായിരുന്നു. നന്ദേട്ടാ, പിന്നെയും കൊഞ്ചിക്കൊണ്ടുള്ള വിളി കേട്ടതും അവൻ ആ ചിരി ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് പെണ്ണിനെ ഇടം കണ്ണാലെ ഒന്ന് നോക്കി. കഷ്ടാണ് കേട്ടോ. ചുണ്ടൊക്കെ ചുളുക്കിയുള്ള ആ പറച്ചിൽ കേൾക്കുമ്പോൾ കെട്ടിപ്പിടിച്ച് മുത്തം കൊണ്ട് മൂടാനാണ് തോന്നുന്നത്. ഇത്തിരി മുന്നേ അതൊന്ന് അറിഞ്ഞു പോയത് കൊണ്ടാകും അതിനുള്ള ആവേശം ഇപ്പോ വല്ലാതെ കൂടുതലാണ്. ഒക്കെ ഒന്ന് പതുക്കെ മതി. അവളെ പേടിപ്പിച്ചുകൊണ്ടോ വിവശയാക്കിക്കൊണ്ടോ ഒന്നും വേണ്ട എന്നൊക്കെ തീരുമാനിച്ച പെണ്ണിന്റെ മുന്നിൽ എത്തുന്ന നേരമുണ്ടല്ലോ, തന്റെ തീരുമാനങ്ങളെ താനായി കാറ്റിൽ പടർത്തിക്കൊണ്ട് അവൾ അത്രയും വേഗം തന്നിലേക്ക് പടർന്നു കയറും. കൈവിട്ടു പാഞ്ഞു പോകുന്ന ചിന്തകളിൽ ആ ഒരു നിമിഷം അവൻ ഞെട്ടിപ്പോയി. ആ ഞെട്ടൽ അവന്റെ കൈയോട് ചേർന്ന് കിടന്നവളും അറിഞ്ഞു. എന്താ നന്ദേട്ടാ? കൂർപ്പിച്ച കണ്ണുകളോടെയുള്ള ചോദ്യത്തിന് പെട്ടെന്ന് അവനൊന്ന് ചരിഞ്ഞു കിടന്നു. സൈഡിൽ കിടന്നവൾ പെട്ടെന്നാണ് അവന്റെ നെഞ്ചിലേക്ക് വീണുപോയത്. അതിൽ നിന്നും ഞെട്ടി എഴുന്നേൽക്കാൻ തുടങ്ങും മുന്നേ തന്നെ അവൻ അവളെ പൊതിഞ്ഞു പിടിച്ചിരുന്നു. അവന്റെ ആ പിടുത്തവും താളം തെറ്റിയുള്ള ഹൃദയമിടിപ്പും അവളെ ഭയപ്പെടുത്തി. പേടിച്ചുകൊണ്ടുള്ള പെണ്ണിന്റെ ചോദ്യം കേട്ടതും അവനൊരു കണ്ണിറുക്കി കാണിച്ചു. പെട്ടെന്നുള്ള അവന്റെ മാറ്റം കണ്ടതും അവളൊന്ന് അമ്പരന്നു. ആ മത്തങ്ങ കണ്ണുവെച്ചിങ്ങനെ നോക്കേണ്ട കാര്യമൊന്നുമില്ല. അവളുടെ മൂക്കിൻ തുമ്പ് വലിച്ചു വെച്ചുകൊണ്ടുള്ള അവന്റെ ആ പറച്ചിൽ കേട്ടതും പെണ്ണിന് ദേഷ്യം വന്നു. ഇത്തിരി മുന്നേ തന്റെ ശ്വാസം തെറ്റിച്ചെന്നാണ് ഇപ്പോ കണ്ണിറുക്കി കളി കാണിക്കുന്നത്. നന്ദേണ് ഇങ്ങനെ ഇരിക്കുമ്പോ എന്നെ പേടിപ്പിച്ചില്ലേ ഒക്കെയില്ല അല്ലേ? പെണ്ണ് ഇത്തിരി ദേഷ്യത്തിൽ ചോദിക്കുമ്പോൾ തന്നിലേക്ക് ചരിഞ്ഞു കിടന്നവളെ മുഴുവനായി മുകളിലേക്ക് കയറ്റി കിടത്തി അവൻ. ചോടിച്ചം കൊണ്ട് അവനോട് വഴക്കിട്ടു പോകാൻ പോയവൾ അവന്റെ ആ ഒരൊറ്റ പ്രവൃത്തിയിൽ ഞെട്ടിപ്പോയി. കാര്യം അവന്റെ നെഞ്ചിലെ തലവെച്ച് കിടക്കുകയായിരുന്നെങ്കിലും പെണ്ണിന്റെ ശരീരത്തിന് പാതിയും കട്ടിലായിരുന്നു. പക്ഷെ ഇതിപ്പോ തന്നെ ആകെ മൊത്തം അവന്റെ നെഞ്ചിലേക്ക് കയറ്റിക്കിടത്തിയ പോലെയാണ് കിടത്തം. ദേഷ്യത്തിൽ പുകഞ്ഞു തുടങ്ങിയവളുടെ ശരീരമാകെ തണുത്ത് ഐസ് പോലെ വിറച്ചത് പെട്ടെന്നായിരുന്നു. എന്തേ? അവളുടെ മാറി മറിയുന്ന ഭാവങ്ങൾ അത്രയും ആസ്വദിച്ചുകൊണ്ട് തന്നെയാണ് അവനത് ചോദിച്ചത്. പെണ്ണ് ആ കണ്ണിലേക്ക് നോക്കാൻ കഴിയാതെ മിഴികൾ താഴ്ത്തി. ഒപ്പം ആ ശരീരത്തിൽ നിന്നും ഇഴഞ്ഞിറങ്ങാൻ എന്ന പോലെ മെല്ലെ ഒന്ന് താഴേക്കായതും അവൻ അവളുടെ അരയിലൂടെ ചുറ്റിപ്പിടിച്ച് നെഞ്ചിലേക്ക് അങ്ങ് അമർത്തി വെച്ചു. എന്തു പറ്റി കണ്ണേ? അതുകൂടിയായതും പെണ്ണാകെ വിറച്ചു. പെണ്ണവന്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് ഇനിയും വിറയ്ക്കുമെന്ന് തോന്നിയതും അവനൊരു കള്ളച്ചിരി ചിരിച്ചു. പക്ഷെ ആ വിറയിൽ ഭയത്തേക്കാളും ഉപരി മറ്റെന്തൊക്കെയോ മറച്ചു വെക്കാനുള്ള അവളുടെ പരവേശമായിരുന്നു. അതറിഞ്ഞ പോലെ ഹരി അവളുടെ തോളിൽ മെല്ലെ തഴുകി. അവന്റെ കൈകളുടെ ചൂട് അവളെ പതുക്കെ ശാന്തമാക്കിക്കൊണ്ടിരുന്നു. എന്തു പറ്റി കണ്ണേ? അവൻ വീണ്ടും ഒന്ന് മെല്ലെ ചോദിച്ചു. ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ വിറയ്ക്കണോ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അത് കേട്ടതും അവൾ അവന്റെ നെഞ്ചിൽ ചെറുതായി ഒന്ന് അടിച്ചു പിണങ്ങി. നന്ദയുടെ കളിയാക്കണ്ട കേട്ടോ. വേണ്ടേ? അവൻ വീണ്ടും അവളെ കൊഞ്ചിച്ചു. അവൾ മുഖം മറച്ചുകൊണ്ട് അവന്റെ ഷർട്ടിൽ പിടിമുറുക്കി. കണ്ണേ? അവന്റെ ശ്വാസതള്ളിച്ചയിൽ അവളുടെ ശരീരമൊന്ന് കിടങ്ങി. നീ നീ ഇങ്ങനെ അടുത്തിരിക്കുമ്പോ എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു. അവന്റെ ചിരി ഒരു നിമിഷം കൊണ്ടാണ് നിശബ്ദമായത്. പെണ്ണ് മറുപടി പറഞ്ഞില്ല. പക്ഷെ പതുക്കെ തല ഉയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി. ആ കണ്ണുകളിൽ വല്ലാത്തൊരു പിടപ്പ്. ഒരു നിമിഷം ഇരുവരും ഒന്നും പറയാതെ നോക്കി നിന്നു. അവൻ മെല്ലെ അവളുടെ കവിളിൽ വിരൽ കൊണ്ട് തഴുകി. ഇങ്ങനെ നോക്കണ്ട നീ. അല്ലിൽ തന്നെ പിടിവിട്ട് തുടങ്ങിയിട്ടുണ്ട് എനിക്ക്. ആദ്യം ഇത്തിരി കലിപ്പിലും അവസാനം നിവർത്തി കെട്ടതുപോലെയും അവൻ പിറുപിറുത്തു. ഞാനപ്പോ നോക്കണ്ടെന്നാ? അവൻ കുറുമ്പോടെ ചോദിച്ചു. നോക്കിക്കോ, കുഴപ്പം പക്ഷെ നിനക്കാവും. എങ്ങനെ? ആ കണ്ണുകളിൽ സംശയമായി. നീ എന്നെ ഇങ്ങനെ നോക്കിയ അപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്യും. അവൻ ചുണ്ടിനറ്റം കടിച്ചു പിടിച്ചൊന്ന് ചിരിച്ചു. എന്ത്? അവൾ വീണ്ടും കൊഞ്ചി. മറുപടി പറയാതെ അവൻ ഒന്നവളെ അടുക്കി. അവളുടെ കവിളിൽ ഒരു കുഞ്ഞു ഉമ്മ വെച്ചു. അവൾ പെട്ടെന്ന് നിശ്ചലയായി. കളി പറഞ്ഞതാ, പക്ഷെ ഇപ്പോ. നന്ദേട്ടാ, അവൾ ശ്വാസം മുട്ടിയ പോലെ വിളിച്ചു. അവന്റെ ചിരി അവൾ കേട്ടു. ഇതൊക്കെ? വാക്കുകൾ കുടുങ്ങി. ഇഷ്ടല്ലേ എന്നെ? അവൻ ചോദിച്ചു. അവൾ ഉടനെ തലകുലുക്കി. ഇഷ്ടമാണ്. അത് കേട്ടതും അവൻ വീണ്ടും ഒരു ഉമ്മ കൂടി നൽകി. ഇത്തവണ മറുകവളിൽ. അവൾ കണ്ണടച്ചു ചിരിച്ചു. അതെ, ഇങ്ങനെ കുഞ്ഞുഞ്ഞു ഉമ്മകൾ മതിട്ടോ ഇപ്പോ. അവൾ അവന്റെ കവിളിൽ തലോടി. കുറച്ചു മുന്നേ അവൻ തന്നെ ഭ്രാന്തമായി ചിന്തിച്ചതോർത്ത് അപ്പോൾ പറഞ്ഞു പോയതാണ്. എന്തേ, അപ്പൊ വലിയത് വേണ്ടേ? അവൻ തമാശയായിട്ടാണ് ചോദിച്ചത്. ഇപ്പൊ വേണ്ട. അവൾ തന്റെ ചുണ്ടുകൂപ്പി. അവൻ അതിനും ചിരിച്ചു. നോക്കാം, പക്ഷെ ഉറപ്പൊന്നും ഞാൻ പറയില്ല കേട്ടോ.
പിന്നെയും അവളുടെ നെറ്റിയിൽ, കവിളിൽ, മൂക്കിൻ തുമ്പിൽ ചെറുതായി ഉമ്മകൾ വെച്ചവൻ. ഓരോ തവണയും അവൾ ചിരിച്ചുകൊണ്ട് വിറച്ചു. നന്ദേട്ടാ മതിട്ടോ. അവൾ ചിരി അടക്കാൻ വയ്യാതെ പിടിച്ചു നിർത്തി. ഇനി ഒന്ന് മാത്രം, അവൻ പറഞ്ഞു. ഇല്ല, ഞാൻ കുഴഞ്ഞു. അവൾ കണ്ണടച്ചതും അവൻ അവളിലേക്ക് ഒന്ന് അമർന്നു കിടന്നു. പിന്നെ അവളുടെ കൈ പിടിച്ച് തന്റെ കൈക്കുള്ളിലേക്കാക്കി. ഒപ്പം അതിന്റെ മേലെ മെല്ലെ മെല്ലെ ഉമ്മ വെച്ചു. അവൾ കണ്ണു തുറന്നവനെ നോക്കി. പിന്നെ ഒരു ഇത്തിരി ദേഷ്യം കാണിച്ചു. നന്ദേട്ടാ, ഇത് കള്ളക്കളിയാണ് കേട്ടോ. അല്ലല്ലോ ചക്കരെ, ഇത് ഒന്നൊന്നര ലീഗൽ ഭാര്യയോടുള്ള എന്റെ നല്ല ലീഗലായിട്ടുള്ള പ്രേമമ്മ. അവൻ ചിരിച്ചതും അവൾ വീണ്ടും അവന്റെ നെഞ്ചിലേക്ക് മുഖം മറിച്ച് പമ്മിപ്പോയി. പിന്നീടുള്ള കുറെ നിമിഷങ്ങൾ ഇരുവരും ഒന്നും പറയാതെ കിടന്നു. അവളുടെ ആ ചിരിയും അവന്റെ ശാന്തമായ ഹൃദയമിടിപ്പും വല്ലാത്തൊരു പ്രണയം നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു അത്. ആ കിടപ്പ് കിടന്നവർ അങ്ങനെ മയങ്ങിപ്പോയി. വൈകുന്നേരം പുറത്തെന്തോ ശബ്ദം കേട്ട് മണിക്കുട്ടിയാണ് ആദ്യം കണ്ണു തുറന്നത്. ഒരു നിമിഷം ഒന്ന് പകച്ച് ചുറ്റും നോക്കിയവൾ. ആ നേരമാണ് ഒരുവൻ വയറ്റിലൂടെ തന്നെ ചുറ്റിപ്പിടിച്ച് കഴുത്തിടുക്കിലേക്ക് മുഖം അമർത്തി കിടക്കുന്നത് അവൾ അറിയുന്നത്. ഇത്തിരി നേരം മുന്നേ വരെ അവളിലുണ്ടായ ഭയം മാറി അവിടെ ഇപ്പോ ആകെ ഒരു വെപ്രാളം നിറഞ്ഞു. എന്തൊക്കെയോ കളിയും തമാശയും പറഞ്ഞാണ് ആള് കിടന്നത്. അതിൽ പലതും തന്നെ നാണം കൊണ്ട് മൂടാൻ പാകത്തിനുള്ളതായിരുന്നു. ഒരിക്കലും ഇങ്ങനെയൊന്നും ഇയാളുടെ നാവിൽ നിന്നും കേൾക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. അവിടെ നിന്ന് വരുന്ന ഓരോന്നും ഇപ്പോൾ കേൾക്കുമ്പോൾ ലജ്ജ കൊണ്ട് ശരീരമാകെ കൂച്ചുവിലങ്ങിട്ട പോലെ ചുരുങ്ങിപ്പോകുന്നു. ഇത്രയും വഷളത്തലം കയ്യിൽ വെച്ചുകൊണ്ടാണോ ഈ മാന്യനായിട്ട് നടന്നതെന്ന് ഏതോ ഒരു നിമിഷം അറിയാതെ തന്നെ താൻ ചോദിച്ചുപോയി. അപ്പോഴാണ് പറയുന്നത്, ഇതുവരെ ആള് വലിയ മാന്യനായിരുന്നു, ആ മനുഷ്യനെ ഇത്രയും വൃത്തികെട്ടവനാക്കിയത് താനാണെന്ന്. മറുത്തൊന്നും പറയാൻ നിന്നില്ല. അല്ലെങ്കിലും എന്തെങ്കിലും തന്റെ നാവിൽ നിന്ന് വീഴാൻ കാത്തു നിൽക്കുകയാണ് അതിൽ പിടിച്ചു കയറാൻ. കേറിയാലോ, പിന്നെ ആ നാവിൽ നിന്ന് വരുന്നതൊക്കെ കേട്ടാല് ഭഗവാനേ. അവൾ നെഞ്ചിൽ കൈവച്ച് ശരിക്കും ദൈവത്തെ ഓർത്തുപോയി. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും താനിപ്പോൾ ഒരുപാട് ഹാപ്പിയാണ്. ആ ഒരു സന്തോഷത്തിന് ഇന്നൊരൊറ്റ പേരേ ഉള്ളൂ, നന്ദേട്ടൻ. ഒപ്പം തങ്ങളുടെ എല്ലാമെല്ലാമായ പൊന്നും. പെണ്ണ് അല്പം ഉയർന്ന് കുഞ്ഞിനെ ഒന്ന് നോക്കി. മോളെ എത്തി നോക്കുമ്പോൾ അവന്റെ ഒരു കൈക്കുള്ളിൽ അവളുമുണ്ട്. എങ്ങനെയാണാവോ തങ്ങളെ രണ്ടുപേരെയും ഇതുപോലെ കൈക്കീഴിലാക്കി ആൾക്കുറങ്ങാൻ പറ്റുന്നത്? ആ ഒരു ചിന്തയോടെ തന്നെ മുഖത്തേക്ക് വീണുകിടന്ന അവന്റെ മുടിയിഴകളെ വിരൽത്തുമ്പാൽ പിന്നിലേക്കാക്കാൻ നോക്കിയവൾ. പക്ഷെ അനുസരണക്കേട് കാട്ടും പോലെ അത് പിന്നെയും പിന്നെയും കണ്ണിന് മുകളിലേക്ക് വന്ന് വീണു. എങ്ങനെയാ? ആളുടെ സ്വഭാവമല്ലേ അതിനും കിട്ടുള്ളൂ. പരിഭവം പോലെ പറഞ്ഞ് ഒരിക്കൽ കൂടി അവന്റെ മുടിയിഴകളെ സൈഡിലേക്ക് ഒതുക്കി വെച്ചുകൊണ്ടവൾ ആ നെറുകിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് എഴുന്നേറ്റു. പിന്നെ ഇത്തിരി കഷ്ടപ്പെട്ട് ചെക്കനെ തന്റെ ദേഹത്ത് നിന്ന് മാറ്റി കിടത്തിയവൾ. ഇതുവരെ കിട്ടിയിരുന്ന ചൂട് ശരീരത്തിൽ നിന്നും അകന്നു പോയതിന്റെ ഈർച്ചകളിൽ അവൻ മുഖം തലയിണയിൽ ഇട്ടൊന്നുരുട്ടി പിന്നെയും കിടന്നുറങ്ങി. ആശ്വാസത്തോടെ ഒന്ന് ശ്വാസം വലിച്ചു വിട്ടുകൊണ്ടവൾ എഴുന്നേറ്റ് പുറത്തേക്ക് വരുമ്പോൾ കാണുന്നത് ചായ ഇടാനായി അകത്തേക്ക് കയറി വരുന്ന അച്ഛനെയാണ്. പിന്നെ ആളെ പിടിച്ച് തിണ്ണയിലേക്ക് ഇരുത്തിക്കൊണ്ടവൾ അടുക്കളയിലേക്ക് കയറി. ചായ എടുക്കുന്നതിനോടൊപ്പം തന്നെ ഇത്തിരി പാലുവെള്ളം കൂട്ടിയെടുത്തു. അതിലേക്ക് ബൂസ്റ്റും ചേർത്ത് വെച്ചു. കടുപ്പത്തിലുള്ള ചായ അച്ഛന്റെ കയ്യിൽ കൊടുത്ത് എന്തോ ഒന്ന് ചോദിക്കാൻ തുടങ്ങിയ നേരത്താണ് അകത്ത് നിന്നും മോളുടെ ചിണുക്കം കേൾക്കുന്നത്. പാഞ്ഞു പിടിച്ച പോലെ മുറിയിലേക്ക് ചെല്ലുന്ന പെണ്ണ് കാണുന്നത് ഉറങ്ങി എഴുന്നേറ്റ് കരയാൻ ഭാവിക്കുന്നവളെയാണ്. ആ ചുണ്ടെന്ന് ശരിക്ക് വിതുമ്പ് മുന്നേ തന്നെ മണിക്കുട്ടി അവളെ കോരിയെടുത്തിരുന്നു. അമ്മയുടെ പൊന്ന് കരയല്ലേ, അമ്മ വന്നല്ലോ. കുഞ്ഞി പെണ്ണിനെ തോളിലേക്കെടുത്ത് വെച്ച് ആ താടിത്തുമ്പിൽ പിടിച്ച് കൊഞ്ചിക്കുമ്പോഴും ഇടം കണ്ണ് കട്ടിലിൽ കമിഴ്ന്നു കിടക്കുന്നവനിലേക്ക് അറിയാതെ പോയി. ഇങ്ങനെ ഒരു ഉറക്കമില്ലാത്ത ആളാണല്ലോ, പിന്നെന്താ ഇപ്പോ? സംശയം കൊണ്ട് ആ കണ്ണുകൾ ചുരുങ്ങുമ്പോഴും തലേന്ന് രാത്രി ഒരുപക്ഷെ ഒട്ടും ഉറങ്ങാത്തത് കൊണ്ട് ഉറങ്ങുന്നതാകും എന്നൊരു ചിന്ത വന്നതുകൊണ്ട് തന്നെ അവൾ ഹരിയെ ഉറങ്ങാൻ അനുവദിച്ച് കുഞ്ഞുമായി പുറത്തേക്കിറങ്ങി. ആഹാ, മുത്തശ്ശന്റെ പൊന്ന് എഴുന്നേറ്റോ? മണിക്കുട്ടിയുടെ തോളിലിരുന്ന് വരുന്നവളെ കണ്ടതും മാഷ് അടുത്തേക്ക് നിന്ന് അവളെ കയ്യിലേക്ക് വാങ്ങാൻ നോക്കി. പക്ഷെ പെണ്ണ് ചുരുണ്ടുകൂടി മണിക്കുട്ടിയുടെ ദേഹത്തേക്ക് തന്നെ കിടന്നു. എന്തുപറ്റി? മുത്തശ്ശനെ വേണ്ടേ പൂവിന്? താനൊന്ന് വിളിക്കുമ്പോൾ കയ്യിലേക്ക് ചാടി വരുന്ന കുഞ്ഞിന്റെ പിന്മാറ്റം ആളെ ചെറുതായി ഒന്ന് വിഷമിപ്പിച്ചു. പൂവിന് പനിയാ മുത്തശ്ശ, നാൻ തൊട്ടാ മുത്തശ്ശന് ഫീവർ വരും. കണ്ണൊക്കെ പുറത്തേക്ക് തള്ളിച്ച് വലിയ കാര്യം പോലെ പറയുന്ന പെണ്ണിനെ കേട്ടതും അയാൾ ഉറക്കെ ചിരിച്ചുപോയി. ആഹാ, അപ്പൊ മുത്തശ്ശന് പനി വരാണ്ടിരിക്കാനാണോ മുത്തശ്ശന്റെ പൊന്ന് മുത്തശ്ശന്റെ കയ്യിലേക്ക് വരാത്തത്? മോളെ ഇത്തിരി ബലത്തിൽ മണിക്കുട്ടിയുടെ കയ്യിൽ നിന്നും എടുത്തുകൊണ്ട് അദ്ദേഹം ചോദിച്ചു. അരിപ്പഞ്ഞു, ഓൾഡ് പീപ്പിൾസിന് വേഗം വേഗം പനി വരുമെന്ന്. അതുകൊണ്ട് മുത്തശ്ശന്റെ അടുത്ത് പിന്നെ ശീതല മുത്തശ്ശന്റെ അടുത്തും പോവരുതെന്ന് പറഞ്ഞു. ഓൾഡ് പീപ്പിളോ? ഞാനൊന്നും ഓൾഡല്ല, ശരിക്കും ഓൾഡ് അവന്റെ തന്ത. മാഷ് വന്ന ദേഷ്യം ഒട്ടും കുറച്ചില്ല. കാര്യം ഹരി പറഞ്ഞത് തന്നോടുള്ള സ്നേഹം കൊണ്ടാണെങ്കിലും കുഞ്ഞിനോട് തന്നെ ഓൾഡ് പീപ്പിൾ എന്ന് പറഞ്ഞത് ആൾക്കങ്ങോട്ട് ദഹിച്ചിട്ടില്ല. ആ നേരത്താണ് ഒരുത്തി ഇപ്പുറത്തു നിന്നും വലിയ വായിലെ ചിരിക്കുന്ന കേട്ടത്. നിനക്കെന്താടി ഇത്രയും ചിരി?
അവൾക്കും ഭേഷ കിട്ടി. ഓ, നമ്മളൊന്നും ചിരിച്ചില്ലേ? അപ്പൊ നീ കളിയാക്കി ചിരിക്കുന്നതോ? ഞാൻ കളിയാക്കി ചിരിച്ചൊന്നുമല്ല. പിന്നെ അകത്ത് കിടക്കുന്ന ആളുടെ അപ്പനാണ് ഓൾഡ് പീപ്പിൾ എങ്കിൽ ഇപ്പോഴും മാഷിനെ തന്നെയാട്ടോ നന്ദേട്ടൻ അപ്പൻ വിളിക്കുന്നത്. പറയുന്ന ഒപ്പം തന്നെ കുഞ്ഞിനെ വാരിയെടുത്തുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് ഓടിയതും ദേഷ്യത്തിൽ പറഞ്ഞ തന്റെ വാക്കുകൾ തീർത്ത ചമ്മലിൽ മാഷും ഒന്ന് കണ്ണു ചിമ്മി ചിരിച്ചുപോയി. അപ്പോൾ അടുത്ത ഭാഗവുമായിട്ട് നാളെ കാണാട്ടോ. കൂട്ടുകാർക്കൊക്കെ കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. നന്ദി.